റയൽ മാഡ്രിഡിന്റെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഫ്ലോറന്റീനോ പെരസിനെ റയൽ മാഡ്രിഡ് പുറത്താക്കണം, അതിനുള്ളതായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് ഫ്ലോറന്റീനോ പെരസിനെ പുറത്താക്കണോ വേണ്ടയോ എന്നത്. റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ബെർണബ്യൂവിൽ തന്നെ ഈ ഫ്ലോറന്റീനോ പെരസിനെ പുറത്താക്കണം എന്ന രീതിയിലുള്ള ചാൻഡുകൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഫ്ലോറന്റീനോ പെരസിനെ നിലവിൽ പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു വോട്ടിംഗ് മെത്തേഡിലൂടെയാണ്. 4 വർഷങ്ങൾ കൂടുമ്പോൾ വോട്ടിംഗ് നടക്കും. റയൽ മാഡ്രിഡിന്റെ ആ ഒരു ബോർഡ് മെമ്പേഴ്സ് തന്നെയാണ് വോട്ടിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ഷന് നിൽക്കുന്ന ആൾക്ക് 2 പ്രധാന ക്വാളിറ്റീസ് ആണ് വേണ്ടത്. ഒന്ന്, 20 വർഷത്തിന് മുകളിൽ റയലിന്റെ ആ ഒരു ബോർഡിൽ മെമ്പർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയലിന്റെ ആ ഒരു വർഷത്തെ ആ ഒരു ബഡ്ജറ്റിന്റെ 15% അവർക്ക് അവരുടെ ആ ഒരു ആസ്തിയായിട്ട് കാണിക്കാൻ പറ്റണം. വലിയൊരു തുകയാണ്. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഇലക്ഷന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇലക്ഷന് വേറെ കാൻഡിഡേറ്റ് ആരും ഇല്ല, ഒരാളെ ഉള്ളെങ്കിൽ അയാൾ അങ്ങ് തിരഞ്ഞെടുക്കും. ഇലക്ഷൻ വേറെ വോട്ടിങ്ങും പരിപാടിയൊന്നുമില്ല, അയാൾ അങ്ങ് തിരഞ്ഞെടുക്കും. വേറെ 2-3 പേരാണെങ്കിൽ വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുക്കും. ഇതാണ് മെത്തേഡ്. 2000 മുതൽ 2006 വരെ റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഫ്ലോറന്റീനോ പെരസ്. അതിനുശേഷം 2009 അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തി. ഇപ്പോൾ വരെ റയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് ആണ്. അപ്പോൾ പെരസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ റയൽ മാഡ്രിഡിനെ നിലവിൽ ഈ ഗ്ലോബലി വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് പെരസ്. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഗാലക്റ്റിക്കോസ് സിസ്റ്റം അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്തു. ആ സിസ്റ്റത്തിലൂടെ റയലിന്റെ ഗ്ലോബൽ വാല്യൂവും ഗ്ലോബൽ വ്യൂവർഷിപ്പും ഫാൻസിനെയും കൂട്ടുന്നതിന് വലിയ രീതിയിൽ സഹായിച്ചു. ഉദാഹരണത്തിന് ഇപ്പോൾ അവസാനം നടത്തിയിട്ടുള്ള കിലിൻ എംബാപ്പയുടെ സൈനിങ് തന്നെയാണ്. കിലിൻ എംബാപ്പ റയലിലേക്ക് വരുമ്പോൾ കിലിൻ എംബാപ്പയുടെ ഫാൻസ് PSG കളി കണ്ടുകൊണ്ടിരുന്ന കിലിൻ എംബാപ്പയുടെ ഒരു ഹ്യൂജ് ഫാൻസ് ഉണ്ട്. ആ ഫാൻസ് നേരെ റയലിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സൂപ്പർ താരങ്ങളെ കൊണ്ടുവന്നിട്ട് റയൽ ആ ഒരു ഗ്ലോബൽ ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഗ്ലോബലി ഒരു ബ്രാൻഡാക്കി മാറ്റുന്നതിൽ പെരസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പെരസിന്റെ ഗാലക്റ്റിക്കോസ് എന്ന ആ ഒരു സിസ്റ്റം, സൂപ്പർ താരങ്ങളെ സൈൻ ചെയ്യുക, അതിലൂടെ ടീമിന്റെ ആ ഒരു തകർപ്പൻ പെർഫോമൻസും ഒപ്പം ഗ്ലോബൽ മൂല്യവും കൂട്ടുക, ടീമിന്റെ വരുമാനം കൂട്ടുക. അറിയാലോ, ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ആ പ്ലെയറിന്റെ ആ ഒരു ടീഷർട്ട് വിൽപ്പന, മാച്ച് ടിക്കറ്റ്, അതുപോലെ തന്നെ ആ ഒരു ലീഗും ആ ഒരു റയലിന്റെ മാച്ചസും ടെലികാസ്റ്റ് ചെയ്യപ്പെടും പല സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്ന സാഹചര്യം എന്ന് വയ്ക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ ലാലിഗ ടെലികാസ്റ്റിംഗ് ചെയ്യുന്നില്ലെന്ന് വയ്ക്കാം. TV-യിലോ ചെയ്യുന്നുണ്ട്, മറ്റേ ഫാൻ കോഡ് ഒക്കെ ആപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ TV-യിലോ ഒരു ആപ്പിലോ കാര്യങ്ങളിലോ ഒന്നുമില്ല, ടെലികാസ്റ്റിംഗ് ഇല്ലാത്തൊരു സാഹചര്യമാണെന്ന് വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഒരു പ്ലെയർ അവിടെ പോയി കളിക്കുമ്പോൾ ഇന്ത്യയിൽ ഓട്ടോമാറ്റിക്കലി ടെലികാസ്റ്റിംഗ് വരും. അതും ഇന്ത്യയിലെ ഒരു സൂപ്പർ പ്ലെയർ ആണെങ്കിൽ ഈസി ആയിട്ട് നടക്കും. ഇത് ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല, പല രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇത് വരും. അപ്പോൾ റൊണാൾഡോ പോകുന്ന സാഹചര്യത്തിൽ, അതായത് റൊണാൾഡോ അൽ നാസറിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവിടെ സൗദി ലീഗ് പല രാജ്യങ്ങളും ടെലികാസ്റ്റ് ചെയ്യപ്പെടില്ല. അതേ സെയിം മെത്തേഡാണ് ഇപ്പോഴും ലാലിഗ ടെലികാസ്റ്റിംഗ് ചെയ്യാത്ത പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളിലെ ഒരു സൂപ്പർ താരത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും പോകും ടെലികാസ്റ്റിംഗ്. അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഗാലക്റ്റിക്കോസ് എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് നല്ല രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ പോലെയായിരുന്നു. ഒരു പ്ലെയറിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്ലെയറിനെ അങ്ങ് സൈൻ ചെയ്യും, എന്ത് വില കൊടുത്തും വാങ്ങും. ടീമിന് ആവശ്യമുള്ള സെൻട്രൽ ഫോർവേഡാണോ ഇതാ പിടിച്ചോ, മിഡ്ഫീൽഡർ ആണോ ഇതാ പിടിച്ചോ എന്ന രീതിയിലുള്ള ഒരു മെത്തേഡായിരുന്നു ഗാലക്റ്റിക്കോസ്. എന്നാൽ ഇപ്പോൾ റീസെൻറ്റ് ടൈമിൽ അവസാന കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ ഗാലക്റ്റിക്കോസിൽ അദ്ദേഹം കുറേ മാറ്റം കൊണ്ടുവന്നു. ഫ്രീ ഏജന്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ റയൽ മാഡ്രിഡിന്റെ ആ ഒരു മെത്തേഡ്, ഗാലക്റ്റിക്കോസ് മെത്തേഡ് വെച്ചിട്ട് പണ്ടേ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എംബാപ്പെ റയൽ മാഡ്രിഡിൽ എത്തേണ്ട പ്ലെയറാണ്. PSG-ക്ക് ആവശ്യമുള്ള ആ ഒരു ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ട് ഈസി ആയിട്ട് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഫ്രീ ഏജന്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു മെത്തേഡിന്റെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി അതത്ര മികച്ച രീതിയാണ് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ റയലിന്റെ പെർഫോമൻസ് വളരെ മോശമാണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ടോണി ക്രൂസ് പോയി. ടോണി ക്രൂസിന് പകരം ഒരു പ്ലെയർ കാണുമല്ലോ, സൈൻ ചെയ്തിട്ടില്ല. ആർക്കും വേണ്ടി ശ്രമിച്ചിട്ട് പോലുമില്ല എന്നതാണ്. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ആ ഒരു ക്രൊയേഷ്യൻ സൂപ്പർ താരമായിട്ടുള്ള ലൂക്ക മോഡ്രിച്ച് പോയത്. അദ്ദേഹത്തിന് വൈഫായി, അദ്ദേഹം അവസാന കാലഘട്ടത്താണ് അദ്ദേഹം പോയി. ഇപ്പോഴും അദ്ദേഹം ടോപ്പ് 5 ലീഗിൽ തന്നെയാണ് കളിക്കുന്നത്, AC മിലാന് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരുമായിട്ടും ആരെയും സൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർ ഇടപാടുകളിൽ വലിയ രീതിയിലുള്ള ഇടിവ് വന്നിട്ടുണ്ട്.
സെന്റർ ബാക്ക് പൊസിഷനിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ വേണമായിരുന്നു. പക്ഷെ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സെന്റർ ബാക്കിന് വേണ്ടി ഒന്നും ശ്രമിച്ചില്ല. പകരം യങ് ആയിട്ടുള്ള ഒരു പ്ലെയറെ കൊണ്ടുവന്നു, ഡാൻ ഹ്യൂസൺ എന്ന പ്ലെയർ. നല്ല പ്ലെയറാണ്, നോ ഡൗട്ട്. പക്ഷേ എക്സ്പീരിയൻസ് വേണമല്ലോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ടോണി ക്രൂസ് പോയിട്ട് 4 ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞു. 2 സമ്മർ 2 വിന്റർ. ആരെയും സൈൻ ചെയ്തിട്ടില്ല. ഈ വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് വരുന്ന സമയത്ത് ടീമിന്റെ ഡിഫൻസിലും മറ്റ് മേഖലകളിലും പല താരങ്ങൾക്ക് ഇഞ്ചുറി ആയിരുന്നു. പക്ഷെ ആരെയും സൈൻ ചെയ്തില്ല. ഒരു സെന്റർ ബാക്കിനെ സൈൻ ചെയ്യുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നതാണ്, പക്ഷെ സൈൻ ചെയ്തില്ല. സാധാരണ ഫ്ലോറന്റീനോ പെരസിന്റെ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ആ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ യൂസ് ചെയ്യാറില്ല. സമ്മർ ട്രാൻസ്ഫർ വിൻഡോ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആഞ്ചലോട്ടിയെ പുറത്താക്കിയ തീരുമാനമുണ്ടല്ലോ, ആഞ്ചലോട്ടിയെ പറഞ്ഞു വിട്ടിട്ടുള്ള ആ ഒരു തീരുമാനം തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടോണി ക്രൂസ് ആയിരുന്ന ആ ഒരു കാർലോ ആഞ്ചലോട്ടിയുടെ സിസ്റ്റത്തിലെ മെയിൻ പ്ലെയർ. അദ്ദേഹത്തെ മാറ്റിയിട്ട് അദ്ദേഹം പോയപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിച്ചില്ല ഫ്ലോറന്റീനോ പെരസിന്. അത് പെരസിന്റെ മിസ്റ്റേക്കാണ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു സീസണിൽ അദ്ദേഹത്തെ നിലനിർത്തിയിട്ട്, അതായത് കാർലോ ആഞ്ചലോട്ടിയെ കോച്ചായിട്ട് നിലനിർത്തിയിട്ട് പകരം നല്ലൊരു മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും മികച്ചൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. ഫ്ലോറന്റീനോ പെരസിന്റെ കീഴിൽ 6ഓളം ചാമ്പ്യൻസ് ലീഗ്, ഒപ്പം കുറേയേറെ ട്രോഫീസും റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസൺ ട്രോഫി ലെസ് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു. ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ പോലെ നല്ല മികച്ച താരങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ടീമിലൊരു ബാലൻസ് ഇല്ല. പ്രോപ്പറായിട്ട് ബോക്സിനകത്ത് കളിക്കുന്ന സെൻറ്റർ ഫോർവേഡ് ഇല്ല. കഴിഞ്ഞ സമ്മറിൽ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള സെൻറ്റർ ബാക്ക് ഇല്ല. അതും കഴിഞ്ഞ സമ്മറിൽ കൊണ്ടുവന്നിട്ടില്ല. മിഡ്ഫീൽഡിൽ മിനിമം 2 മിഡ്ഫീൽഡറിന്റെ കുറവുണ്ട്. സെൻറ്റർ മിഡ്, ബോക്സ് ടു ബോക്സ് കളിക്കാൻ പറ്റുന്ന പോലത്തെ 2 മിഡ്ഫീൽഡേഴ്സിന്റെ കുറവുണ്ട്. അതും നികത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ 4 ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട്. അപ്പം ഇങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ റീസെന്റ് ടൈമിൽ ഉണ്ട്. ചില ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിനൊത്ത് മാറണം എന്നതാണല്ലോ. അതായത് നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന ആ ഒരു മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ഫ്ലോറന്റീനോ പെരസിന്റെ കാലം അവസാനിച്ചു എന്ന രീതിയിലാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞേക്കാം, ഫ്ലോറന്റീനോ പെരസാണ് റയലിന് ഇപ്പോൾ കാണുന്ന ലെവലിലേക്ക് മാറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഗാലക്റ്റിക്കോസ്, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മെത്തേഡ്, ഇതിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലെയർ പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റീപ്ലേസ്മെന്റ് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്ലെയറിന് വേണ്ടി ശ്രമിച്ചിട്ടെങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടുത്തെ സാഹചര്യം നോക്കുമ്പോൾ അങ്ങനെ ശ്രമങ്ങളും വരുന്നില്ല, ട്രാൻസ്ഫേഴ്സും വരുന്നില്ല, ശ്രമങ്ങളും വരുന്നില്ല എന്നൊരു രീതിയാണ്. അപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അമ്പേ താഴേക്ക് പോയി എന്നൊരു സിറ്റുവേഷനാണ്. പിന്നെ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റീസെന്റ് ടൈമിലായിരുന്നു റയൽ മാഡ്രിഡ് അവരുടെ ആ ഒരു സാന്റിയാഗോ ബെർണബിയു സ്റ്റേഡിയം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറേ മണി കാര്യങ്ങൾ അതിലോട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗാലക്റ്റിക്കോസ് ആ രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫൈനൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആണ് ക്രൂഷ്യൽ. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരിക, ഒപ്പം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ടു ബോക്സ് കളിക്കാൻ പറ്റുന്ന ഒരു ക്ലച്ച് മിഡ്ഫീൽഡറിനെ, ഒരു മിഡ്ഫീൽഡറിനെ കൊണ്ടുവരിക, ഒരു ബാക്കപ്പ് മിഡ്ഫീൽഡറിനെ കൊണ്ടുവരിക, ഒപ്പം നല്ല ബോക്സിൽ കളിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റർ ഫോർവേഡിനെ കൊണ്ടുവരിക. ഇത്രയും ട്രാൻസ്ഫേഴ്സ് നടത്തണം. ഒപ്പം റയൽ മാഡ്രിഡിന്റെ സിസ്റ്റത്തിന് നല്ല രീതിയിൽ സൂട്ടാകുന്ന ഒരു കോച്ചിനെയും കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ഫ്ലോറന്റീനോ പെരസ് ചെയ്താൽ, പ്രോപ്പറായിട്ട് വരുന്ന സമ്മറി ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഏതൊരു മനുഷ്യനും നോർമലി ഇങ്ങനെയൊക്കെ ഒരു ഡൗൺഫോളും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഒരു ക്ലബിൻ്റെ എല്ലാമായ ഒരു പ്ലെയറോ ആകട്ടെ, അല്ലെങ്കിൽ എല്ലാമായ പ്രസിഡന്റോ കോച്ചോ ആകട്ടെ, ക്ലബിൻ്റെ ആ ഒരു ഗെയിം താഴേക്ക് പോവാണ്, ക്ലബിൻ്റെ റിസൾട്ട് മോശമാകുന്ന സാഹചര്യങ്ങളിൽ ക്രിറ്റിസിസം വരും, നോ ഡൗട്ട്. അതിപ്പോൾ നിങ്ങൾ എന്തൊക്കെ നേടിക്കൊടുത്തെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ക്രിറ്റിസിസം വരും എന്ന് പറഞ്ഞാൽ വരും. അപ്പോൾ അങ്ങനെ വരുന്ന ക്രിറ്റിസിസങ്ങളുണ്ടല്ലോ, ആ ക്രിറ്റിസിസം നമ്മൾ ആ രീതിക്ക് ഈ ഒരു കാര്യത്തെ കണ്ടാൽ മതി, അങ്ങനെ വന്നിട്ടുള്ള ഒരു ക്രിറ്റിസിസമായിട്ട് ഈ ഒരു കാര്യത്തെ കണ്ടാൽ മതി എന്നതാണ്. പക്ഷെ വരുന്ന സീസൺ, ഈ സീസൺ ഇനി പോയ മട്ടാണ് കണ്ടിട്ട്. ആർബലോയ്ക്ക് ഒരു പ്രോപ്പർ ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, എക്സ്പീരിയൻസും ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം ഒരു രീതിയിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലും അതേ ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ വരുന്ന സീസൺ, അടുത്ത സീസണിലും ഇതേ അവസ്ഥയാണെങ്കിൽ ഫ്ലോറന്റീനോ പെരസിനെ മാറ്റുന്നതായിരിക്കും നല്ല ഒരു
കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പറയുന്ന പോലെ തന്നെ നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്ന ആ ഒരു മെത്തേഡ് വെച്ചിട്ട്. പക്ഷെ മാക്സിമം എനിക്ക് തോന്നുന്നത് വരുന്ന സമ്മറിൽ അങ്ങേര് പൊളിച്ചടുക്കാനുള്ള സാധ്യതയാണ് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഫുട്ബോളിന് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ഒരു ഫ്ലോറന്റീനോ പെരസ് എന്ന ആള്. അദ്ദേഹത്തിന് എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ഇറങ്ങി കളിക്കാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. കുറെ മാധ്യമങ്ങൾ ആ രീതിയിൽ റിപ്പോർട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ, ഫ്ലോറന്റീനോ പെരസിനെ പുറത്താക്കണോ അതോ അദ്ദേഹത്തിന് ഇനിയും അവസരം നൽകണോ എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടേൽ.